ഇന്ത്യയിലെ പല ദേശീയ ചാനലുകളും പത്രങ്ങളും ഇന്ത്യൻ എക്കോണമിയെ പറ്റി ചൂട് പിടിച്ച ചർച്ചകൾ നടത്തുകയാണ്. കാരണം നമ്മുടെ എക്കോണമിയുടെ GDP ഇപ്പോഴത്തെ റേഷ്യോ വന്നു കഴിയുമ്പോൾ താഴെ പോയി. ഇനി ചോദ്യമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത് ഇന്ത്യൻ എക്കോണമിയെ പറ്റി? 2047 ഇന്ത്യ ലോകത്തിലെ 3-ാം സ്ഥാനം, GDP-യിലും റേറ്റിംഗിലും വളർച്ചയിലും 3-ാം സ്ഥാനം എത്തും. അത് 2047 അപ്പൊ നമുക്ക് നോക്കാം എവിടെയാണ് അമേരിക്കൻ എക്കോണമി നിൽക്കുന്നത്. ലോകത്തിന്റെ 1/4 എക്കോണമി കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്. അതായത് 24.7%. തൊട്ടു താഴെ ചൈന നിൽക്കുന്നു 18.4%. 18.4%. അതിന്റെ താഴെ നിൽക്കുന്ന ആരാ? ജപ്പാൻ. അവരുടെ 5-നടുപ്പിച്ചാണ്, 5-നേക്കാളും മുകളിലാണ്. പിന്നീട് നിൽക്കുന്നത് ജർമ്മനിയാണ്. അവർ ഏകദേശം 4-നും 5-നും ഇടയ്ക്ക് വരുന്നുണ്ട്. ഇന്ത്യ, അതായത് ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്ന ഗ്ലോബൽ റേറ്റിംഗിൽ പറയുന്നത് 3.7%. മനസ്സിലാക്കുക, 3.7%. നമ്മളും ചൈനയും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുക. ചൈനയ്ക്ക് 18 ഉള്ളപ്പോൾ നമുക്ക് 3.7. ഇതാണ് നമ്മുടെ വളർച്ച. ആദ്യം ഇത് തലയിൽ കയറ്റുക. ഇനി മറ്റൊരു പ്രശ്നം ആലോചിച്ച് നോക്കണം. ഇന്ത്യ ലിബറലൈസേഷന് ശേഷം, അതായത് ഫ്രീ മാർക്കറ്റിംഗ് എക്കോണമിക്ക് ശേഷം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ട്രേഡ് നടത്തുന്നതും, അതായത് നമ്മുടെ കരുതൽ നിക്ഷേപം എന്ന് പറയുന്നത് ഡോളറാണ്. അതായത് ട്രേഡ് നടത്തുന്നത് ഡോളറിലാണ്. അത് ഈ പൊട്ടത്തരം ഈ ചില യൂട്യൂബേഴ്സൊക്കെ കൂടാതെ പറയുന്നുണ്ട്. എന്താ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. നമ്മൾ ട്രേഡ് നടത്തുന്ന ഡോളറിലാണ്. നമ്മളെന്ന് പറയുക ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ജപ്പാനും ജർമ്മനിക്കും താഴെയാണ്. നമ്മുടെ ഇപ്പൊ ചൈനയ്ക്ക് 18 ഉള്ളപ്പോൾ നമുക്ക് 3.7 ഉള്ളൂ. ഇതാണ് സംഭവം. ഇതാദ്യം തലയിലിടുക. ഇത് പെട്ടെന്ന് കയറി വരുത്തൊന്നുമില്ല ഈ സംഭവം. ഉറപ്പായിട്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ ചേഞ്ചസിലാണ് 10-ാം സ്ഥാനത്ത് നിന്നും ഇന്ത്യ 5-ാം സ്ഥാനത്തേക്ക് മാറുന്നത്. അതും പൂർണ്ണമായിട്ട് സമ്മതിച്ചായിരുന്നു. ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അതും കൂടെ തലയിലിടുക. ഇനി അടുത്ത ചോദ്യം, അമേരിക്ക പല രീതിയിലുള്ള ഡീപ് സ്റ്റേറ്റും പരിപാടികളൊക്കെ ചെയ്താൽ ഇന്ത്യയെ ബാധിക്കുമോ? ഉറപ്പായിട്ടും ബാധിക്കും. എന്ന് മനോരമയ്ക്കകത്ത് വന്നൊരു ലേഖനമുണ്ട്. അമേരിക്ക തുമ്മിയാൽ ഇന്ത്യക്ക് പനി പിടിക്കും. കാരണം നമ്മളെല്ലാം തല കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തേക്കുവോ? ഇതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഇനി അമേരിക്കയുടെ സഹായമില്ലാതെ ഇന്ത്യൻ എക്കോണമി മുന്നോട്ട് പോകുമോ? പൂർണ്ണമായിട്ട് പോകില്ല. തളർന്ന് നാശമായി പോകും. സ്റ്റോക്ക് കണ്ടോണം, അടുത്ത 1-2 ആഴ്ചയ്ക്കൂടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തകരും. ഇന്ത്യൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടും. ഇതൊക്കെ കാണാൻ പോവുകയാണ്. എന്തുവാണ്? റഷ്യ ഉക്രൈൻ ബന്ധത്തിൽ വാറിനകത്ത് ഇന്ത്യ റഷ്യയുടെ കൂടെ നിന്ന് ഓയിൽ മേടിച്ചു. ഇനി റഷ്യ ഉക്രൈൻ വാറിനകത്ത് ഇന്ത്യ ഓയിൽ വാങ്ങി. അപ്പൊ എൻ്റെ ധാരണ ഇന്ത്യയുടെ ഓയിൽ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ ഓയിൽ. അപ്പൊ ഞാൻ സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറിനോട് വിളിച്ച് ചോദിച്ചു, അതായത് ഓയിൽ കമ്പനി ജോലി ചെയ്യുന്ന അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ കൂടുതലായിട്ട് വാങ്ങിയിട്ടില്ല. കാരണം പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനികൾ സൗദി അറേബ്യയുമായിട്ടും UAE-യുമായിട്ടും ആ രാജ്യങ്ങളുമായിട്ട് നേരത്തെ ധാരണയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ലോങ് ടേം ആണ്. ഈ ലോങ് ടേം ധാരണയിൽ ഒപ്പുവെക്കുമ്പോൾ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എപ്പോഴും $1-2 കുറച്ചിട്ടാണ് ഇന്ത്യക്ക് സ്ട്രാറ്റജിക് പർപ്പസ് എന്നും പറഞ്ഞ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഓയിൽ വാങ്ങൽ നിർത്താൻ പറ്റത്തില്ല. അത് വന്നുകൊണ്ടിരിക്കുക, അത് ഫ്ലോ ആണ്. അപ്പൊ അതിൻ്റെ കൂടെ റഷ്യയുടെ ഓയിൽ വന്നു കഴിഞ്ഞപ്പം ഇവർക്ക് കുറച്ചേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ഓയിൽ ആരാ വാങ്ങി? ഇതാണ് അടുത്ത ചോദ്യം. അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങിയത് റിലയൻസ് ആണ്. റിലയൻസ് $30 വാങ്ങിയിട്ട് ഇത് അവരിവിടെ വന്നത് റിഫൈനറിയിൽ ഇത് വേർതിരിച്ച് പോളിഷ് ചെയ്തിട്ട് ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിറ്റു. ഇവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഇതാണ് യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം റിലയൻസ് എന്ന് പറയുന്നവൻ ഒരു ബാരലിന് അവന് കിട്ടുന്ന ലാഭം $25-30. റിലയൻസിന് ഇത്രയും ലാഭം കിട്ടിയിട്ട് ഇന്ത്യയിൽ എന്ത് സ്പെൻഡ് ചെയ്തു? ഇന്ത്യക്കാർക്ക് എന്ത് പ്രയോജനം ഉണ്ടായത്? അവസാനം ഇന്ത്യൻ എക്കോണമിയെ തകരുന്ന രീതിയിലോട്ട്
കാര്യങ്ങൾ മാറ്റിയെടുത്തു. ഇതിനാണ് ആരാണ് ഉത്തരവാദി? ഉറപ്പായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ചില തലകൾ ഉരുളും. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ വിസിറ്റ് കഴിയും. കാരണം അമേരിക്ക ഇത് സ്പെക്ടേറ്ററായിട്ട് നോക്കി നിൽക്കില്ല ഇനി. കാരണം അവരുടെ ഒരു പൊതുശത്രുവിനെ ഇന്ത്യ മിത്രമായിട്ടെടുത്ത് അവരുമായിട്ട് ട്രേഡ് നടത്തുവാണെങ്കിൽ, അല്ല വളരെയധികം ട്രേഡ് നടത്തി, ഇതേപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ ബന്ധം പോലും ശരിക്കും ഒലഞ്ഞു. അപ്പം ചില വിഡ്ഢികൾ പറയുന്നുണ്ട് ഇന്ത്യ അമേരിക്ക വരട്ടെ. അമേരിക്ക ഒരു പുല്ലും വരട്ടാനില്ല ഇന്ത്യക്ക്. അമേരിക്കയ്ക്ക് ഇന്ത്യയെ വരട്ടാൻ പറ്റും. ട്രേഡ് നടത്തുന്ന ഡോളറിൽ അമേരിക്കൻ എക്കോണമി ഫോളോ ചെയ്യുന്നു. ഇനി അമേരിക്ക എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ടെക്നോളജി വാങ്ങുന്ന രാജ്യം. കാരണം IT. അവർ ചില ഇന്ത്യൻ കമ്പനിയോട് പറയും ഇന്ത്യയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്യും? ഇതൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്നതാണ്. ഇതാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഇന്ത്യൻ എക്കോണമി എമേർജിങ് എക്കോണമിയാണ്. അത് ടെക്നോളജിയാണ് ഏറ്റവും സൗണ്ട് ആയിട്ടുള്ള പാർട്ട്. പിന്നെ മറ്റുള്ള അഗ്രികൾച്ചർ, അതൊക്കെ ഇവിടുത്തെ ഡൊമസ്റ്റിക് കൺസംഷനാണ്. അപ്പൊ ഇന്ത്യൻ എക്കോണമി വളരണം എന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ വേണം. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇല്ലെങ്കിൽ അവൻ തളർത്തിക്കളയും. ഇനി അടുത്തൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക. ജപ്പാനെ സഹായിക്കുവാൻ വേണ്ടി, അത് ഈ EV കാർ, ഇലക്ട്രിക് കാറിൽ ഏറ്റവും കൂടുതൽ രീതിയിൽ ഡെവലപ്പ് ചെയ്തത് ചൈനയാണ്. ഇപ്പൊ ചൈന EV കാറിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ജപ്പാൻ അപ്പം അതിന്റെ പുറകിൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് ഉണ്ടായത് ആലോചിച്ച് നോക്കുക. ജാപ്പനീസ് കാർ വരുന്നതിന് മുമ്പ് ചൈനീസ് ഇലക്ട്രിക് വെഹിക്കിൾസ് അമേരിക്കയിലും കാനഡയിലും വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് ജാപ്പനീസ് കമ്പനിയെ ജപ്പാൻ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി കാനഡ 100% ടാരിഫ് അടിച്ചു കൊടുത്തു ചൈനീസ് കാറുകൾക്ക്. ചൈനീസ് ഇലക്ട്രിക് കാറുകൾക്ക് അമേരിക്ക അടിച്ചു കൊടുത്തു 100%, 100%. പിന്നെ അഡീഷണൽ 25% കൂടെ അടിച്ചു കൊടുത്തു ചൈനയിൽ ഉണ്ടാക്കുന്ന ഇരുമ്പ് സാധനങ്ങൾ, അതായത് ലൈറ്റ് വെയിറ്റ് അങ്ങനെ ഇരുമ്പ്, അതിനും അടിച്ചു കൊടുത്ത് 25%. ഇതാരെയാ? ജപ്പാനെ സഹായിക്കാൻ വേണ്ടി, അവിടുത്തെ കാർ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്തിനാ ചെയ്യുന്നത്? ആലോചിക്കുക. അമേരിക്കയിൽ ഇഷ്ടം പോലെ കാർ കമ്പനി ഉണ്ട്. പക്ഷെ അമേരിക്കൻ റോഡുകളിൽ ഏറ്റവും കൂടുതൽ ഓടുന്നതും കനേഡിയൻ റോഡുകളിൽ ഏറ്റവും കൂടുതൽ ഓടുന്നതും അമേരിക്കൻ കാറുകളല്ല, ജാപ്പനീസ് കാറുകളാണ്. ഇപ്പം കൊറിയയുടെയും കൂടെ വരാൻ തുടങ്ങി. ഇതാണ് യാഥാർത്ഥ്യം. ഇതെങ്കിലും മനസ്സിലാക്കുക. ഞാൻ അമേരിക്കയുടെ പിന്തുണയോട് പറയുന്നതല്ല. കാരണം അമേരിക്ക പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഓരോരുത്തരെയും എഫക്റ്റ് ചെയ്യും. ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും. ഇന്ത്യയിലെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതിരൂക്ഷമാകും. ഇപ്പം വരാൻ പോവുകയാണ്. കാരണം എക്കോണമി താപ്പോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ഈ തൊഴിലില്ലാത്തവർ, ചെറുപ്പക്കാരുടെ എണ്ണം കൂടും. അതെങ്ങോട്ട് പോകും? ഇത് തടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇതാണ് പ്രശ്നം. അതാണ് ഞാൻ പറയുന്നത്, എമേർജിങ് എക്കോണമിയാണ് ഇന്ത്യ, വൈബ്രന്റ് ആയിട്ടുള്ള എക്കോണമിയാണ്. പക്ഷെ അതിനകത്ത് കയറി അമേരിക്കയായിട്ട് ഉടക്കമുണ്ടാക്കി പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും ഇത് ബാധിക്കും. ജിയോ പൊളിറ്റിക്സിൽ ഇപ്പം ഇന്ത്യ വളരെ ഉയരത്തിൽ നിൽക്കുകയാണ്, താപ്പോട്ടേക്ക് പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ്, അങ്ങനെയുള്ള പല യൂറോപ്യൻ രാജ്യങ്ങൾ പെട്ടെന്ന് ഇന്ത്യക്കെതിരെ തിരിയുകയാണ്. ഇതാണ് അമേരിക്കൻ പവർ എന്ന് പറയുന്നത്. അതാണ് അവന്റെ ഡീപ് സ്റ്റേറ്റ്. അവനാണ് കൺട്രോൾ ചെയ്യുന്നത്. ലോകത്തിലെ 4/1 എക്കോണമി കൺട്രോൾ ചെയ്യുന്ന അമേരിക്കയോട്, അതായത് 24.8%, 7%, വെറും 3.7% നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതാണ് ആനയും ഒരു എലിയും തമ്മിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അത് വ്യത്യാസമായത്. നമ്മൾ വളരുകയാണ്. ആ സമയത്ത് കയറി അടി കിട്ടിക്കഴിഞ്ഞാൽ തളർന്ന് നാശമായി പോവും. ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും അമേരിക്കയോട് നമ്മൾ കളിക്കാൻ പോകരുത്. അവന്റെ കൂടെ തന്നെ നിന്ന് ഇന്ത്യ വളരണം. വളർന്ന ശേഷം നോക്കാം. നമുക്ക് ചൈനയോട് പോലും മുട്ടാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇപ്പൊ റിയാലിറ്റി പറയുമ്പോൾ ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്ന പോലെയല്ല യാഥാർത്ഥ്യം. എന്താണ് നടക്കുന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടും.